ഉരുൾപൊട്ടി വരുന്നത് നേരിൽ കണ്ടു. അമ്മയെ ചേർത്ത് പിടിച്ച് ഇനി ജീവിതമില്ല എന്ന് പറഞ്ഞതാണ്. ടെറസിൽ കയറിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് സുദർശൻ. കൂടെ ചെളിയിൽ താഴ്ന്നു പോകുമായിരുന്ന 25 പേരെ കൂടി രക്ഷപ്പെടുത്തിയ കഥയും സുദർശന് പറയാനുണ്ട്. ഈ ഉരുൾപൊട്ടൽ നേരിട്ട് കണ്ട് അതിനെ അതിജീവിച്ചൊരു മനുഷ്യനുണ്ട് എൻ്റെ കൂടെ. സുദർശൻ എന്നാണ് പേര്. ചേട്ടാ, അന്നത്തെ അനുഭവം നേരിട്ട് കണ്ടതാണ്. എങ്ങനെ അതിജീവിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായിരുന്നു അന്നത്തെ ഒരു സ്ഥിതി? എന്താന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ് എനിക്ക് മറുപടി? എൻ്റെ ജീവിതം, എൻ്റെ അമ്മേൻ്റെ ജീവിതം എങ്ങനെ ആരെ ദൈവഭാഗ്യമാണോ എന്തുകൊണ്ടാണ് എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണി എന്തോ ഒരു സമയം, ആ ഒരു സമയമായിരിക്കും. എന്താ പറഞ്ഞാൽ അതിൻ്റെ തലേദിവസം ഒരു സൂചന എന്ന് പറഞ്ഞാൽ പുഴയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ട് ഇവിടെയൊക്കെ നമ്മളെ ഇതിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു പുഴയിൽ നല്ല വെള്ളമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. 3 മണിക്കേറ്റായിരുന്നു. നമ്മൾ എണിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് ഈ പുഴയും ഞങ്ങളുമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഒരു 10-35 വർഷത്തോളം നമ്മൾ അച്ഛനും അമ്മയും എല്ലാവരും താമസിച്ച ഒരു സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം, ഞങ്ങളൊരു പ്രളയമോ അല്ലെങ്കിൽ ഒരു വെള്ളം കയറിയിട്ടുള്ള ഒരു പ്രശ്നമോ ഞങ്ങളെ ഇതിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സേഫാണ്, നമ്മൾ സേഫാണ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല, കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ, ഇത്രയും അത് ഹൈറ്റിലൊന്നും വെള്ളം കയറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു നമ്മളെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ റിലേറ്റീവാണ് അവർ, ബാലചന്ദ്രൻ, പിന്നെ അജിയേച്ചി, പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. നമ്മളെ കുടുംബത്തിൽ ഒരു 10-11 ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഏട്ടൻ്റെ വീടിൻ്റെ മേലെ പോയി താമസിക്കുകയാണ്, മഴ ഉണ്ട്, അത്യാവശ്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് ഒരു 10 വരെ 11 മണിയോളം ഞാൻ ഇരുന്നു. അപ്പോൾ അമ്മേനോട് പറഞ്ഞു അമ്മ ഞാൻ ഭക്ഷണം കഴിച്ചു, അമ്മയും കഴിച്ചു, അമ്മ ഗുളിക കഴിച്ച് കിടക്കുന്ന ആൾക്കാരാണ്, അമ്മയ്ക്ക് രോഗ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അമ്മയ്ക്കുണ്ട്. അപ്പോൾ അമ്മേനോട് പറഞ്ഞ് കിടക്കുകയാണ്, ഞാൻ കിടക്കുകയാണ്, ആയിക്കോട്ടെ കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്മ ഒരു വാക്ക് പറഞ്ഞു, സുദർശൻ നല്ല മഴ ഉണ്ട്, നമ്മളെന്താ ചെയ്യണം, അങ്ങോട്ടേക്ക് മാറണം ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഇൻഫർമേഷൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും ജീവൻ ഈ ചുരമലയിൽ പൊലിയില്ലായിരുന്നു. എത്രയോ ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആരാണ് എവിടെയാണ് എന്താണെന്ന് ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു 11 ആൾക്കാർ പോയിട്ടുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായിരുന്നു ഇത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ തലേദിവസം മഴ ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾ മാറി താമസിച്ചോളി എന്നൊന്നും ഒരു ഇൻഫർമേഷൻ ഉണ്ടായില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 3 മണിക്ക് ജനങ്ങൾ 1 മണിക്കുള്ളത് എല്ലാവരും ഉറക്കത്തിലായിരിക്കും. അതിൽ 1 മണിക്ക് സംഭവിച്ചാൽ കുറേ പേര് അങ്ങോട്ട് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയ ആൾക്കാർ ഒരുപാടുണ്ട്. അത് ജീവകാരുണ്യത്തിൽ ഒരുപാട് പ്രജീഷ് എന്ന് പറഞ്ഞ ഒരു ചുരുമല ഒരു നാട്ടുകാരുണ്ട്. അവനെ എല്ലാ ഫംഗ്ഷനിലും എല്ലാ കാര്യത്തിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവൻ്റെ ജീവൻ വരെ പൊലിഞ്ഞുപോയി. അന്ന് ഇതിന് മുകളിൽ കയറി നിൽക്കുകയായിരുന്നല്ലേ? ഫസ്റ്റത്തെ പൊട്ടലിന് എൻ്റെ അമ്മ രോഗിയാണ്. ആ അമ്മേനെയും കൊണ്ട് ഞാൻ മേലെ പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഫസ്റ്റത്തെ പൊട്ടൽ കഴിഞ്ഞപ്പോൾ ഞാൻ സേഫാന്ന് വിചാരിച്ചു. രണ്ടാമത്തെ പൊട്ടൽ വന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ നമ്മളിഞ്ഞ് കഴിഞ്ഞു, നമ്മളെ ലൈഫ് കഴിഞ്ഞു, ഇനി നമുക്ക് ജീവിതമില്ല, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണോ ദൈവം എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഇത്രയും പാറയും കാര്യങ്ങളും വന്നിട്ട് ഈ വീടും ഇതിൻ്റെ ചുറ്റോട്ടുള്ള വീടെല്ലാം പോയി. ഞാനും എൻ്റെ അമ്മയും മാത്രം ഇതിൻ്റെ മുകളിൽ സേഫായി. ഇത് കണ്ടില്ല, ഇത്രയും ഇവിടെ എല്ലാം വീടുകളുണ്ടായതാണ്. ഫസ്റ്റ് ഇവിടുന്ന് ഒരു 5 വീടോളം ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത്. ആ വീടെല്ലാം പോയി, ഈ വീട് മാത്രം നിന്നുണ്ട്. പിന്നെ അവിടെ ആ വീട്ടിൽ ഒരു 10-25 ആൾക്കാർ, ആ താഴെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ കയറി വന്നു. അതിലൊക്കെ ഞാൻ ഇവിടെ അവർ പറഞ്ഞു എന്നെ രക്ഷിക്ക് പറഞ്ഞു. എനിക്ക് രക്ഷിക്കാൻ കഴിയാമല്ലോ, എനിക്ക് താഴെ ഇറങ്ങാനൊന്നും പറ്റില്ല, ഞാൻ എൻ്റെ അമ്മേനെയും കൊണ്ട് മേലെ ഇതായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ഏണി വെച്ചിട്ട് ഒരു 10-25 ആൾക്കാരെ ഞാൻ അവിടെ അതിൻ്റെ മുകളിലോട്ട് കയറ്റി ഞാൻ ഇതാക്കിയിട്ടുണ്ട്. കുട്ടികളുണ്ട്, പ്രായമുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ ജീവിത മാർഗം പറഞ്ഞാൽ ഈ ഒരു ജീപ്പാണ്. ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ അമ്മയും. അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയെന്നാണ്. ഇനി എൻ്റെ മുന്നിലുള്ള ലൈഫിൽ എന്താണെന്ന് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. സർക്കാർ എന്താണ് ചെയ്തു തരാമെന്ന് എനിക്കൊന്നും അറിയില്ല. ആകെ വിഷമത്തിലാണ്. എൻ്റെ വിഷമമാണ് പറയുന്നത്. ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് ജീവൻ പോയിട്ടുണ്ട്, മുന്നോട്ടുള്ള ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ജീവൻ ഇപ്പോഴും നമ്മളെ കുടുംബത്തിൽ തന്നെ ജീവൻ തിരിച്ചു കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇനി മുന്നോട്ടുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് സർക്കാർ ചെയ്തു തരിക? നമ്മുടെ ജീവിതമാർഗ്ഗം എന്താണ്? വഴിമുട്ടി നിൽക്കുകയാണ്. അമ്മ ക്യാൻസർ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അമ്മ ക്യാമ്പിൽ ഞാനാണ് നിൽക്കുന്നത്. എൻ്റെ അമ്മേനെ അവിടെ നിർത്താൻ കഴിയില്ല. എല്ലാ മെഡിസിനും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അമ്മയ്ക്ക് അതെല്ലാം റെഡിയാക്കി ഞാൻ ഡോക്ടർമാരെ കണ്ട് അതെല്ലാം മേടിച്ചപ്പോൾ അമ്മ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. അമ്മ റിമൂവ് ആയിട്ടില്ല. ഇതിൻ്റെ ഒരു ഷോക്കിൽ അമ്മ നേരിട്ട് കാണായിരുന്നു. അമ്മ ആ ഷോക്കിൽ നേരിട്ട് കാണുക. ഈ വീടെല്ലാം ലൈവായിട്ട് എടുത്തിങ്ങനെ പോകുന്ന ഞാൻ കാണുകയാണ്. ഈ തൊട്ട വേലാതേട്ടൻ്റെ വീടെല്ലാം മുകളിൽ നിന്നിട്ട്. അതെന്താ പറഞ്ഞാൽ അവിടെയൊക്കെ മറ്റേ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു. ആ വീട്ടിലൊക്കെ ഇൻവെർട്ടർ വെട്ടം കാണുമായിരുന്നു നമുക്ക്. ആ വീട്ടിലൊക്കെ ഇൻവെർട്ടർ ഉള്ളത്. അവരൊക്കെ അതിൻ്റെ മുകളിൽ കയറി തങ്കച്ചേട്ടൻ്റെ വീട്ടിൽ അവർ ആ ഫസ്റ്റത്തെ വീട്ടിൽ അതിൻ്റെ മേലെ കയറി നിൽക്കുകയായിരുന്നു. ഇവർക്കൊക്കെ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു. ഈ വീട് ഇങ്ങനെ എടുത്ത് മാറ്റില്ല, നമ്മൾ കളിപ്പാട്ടം എടുത്ത് മാറ്റുന്നവരെ ഈ വീടൊക്കെ പോയത്. ഏറെ സങ്കടപ്പെടുത്തുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, ഈ ടെറസിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹവും അമ്മയും രക്ഷപ്പെട്ടത്. ഭാഗ്യമെന്നല്ലാതെ മറ്റൊന്നും ഇതിൽ അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അമ്മ രോഗിയാണ്.
അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം അവർക്കിനി മുന്നോട്ടുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷവും ആവശ്യപ്പെടാനുള്ളത്. ചൂരൽമലയിൽ നിന്നും സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം വി സോണകൃഷ്ണ, ജനം, വയനാട്.